ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം സുഭാഷിൻ്റെയും നിധിയുടെയും കഥ നമ്മൾ ഈ ചാനലിൽ ഇടുന്നുണ്ട്, അതുകൂടെ നിങ്ങൾ കാണുവാൻ ശ്രമിക്കണം. അപ്പം നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ സംഘർഷഭരിതമാകുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു പോകുന്ന ചില നിമിഷങ്ങളാണ് നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം കടപ്പാട്ടൂരിൽ നിന്ന് വൈജയന്തി ഇറങ്ങിയതോടുകൂടി വൈജയന്തിയുടെ മനസ്സിൽ പക ഇങ്ങനെ നീറി നിൽക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അലീനനെ എങ്ങനെയെങ്കിലും അവിടെ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുക്കിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ഇറക്കി വിടുക. അതിനുശേഷം താൻ ഇനി കടപ്പാട്ടൂരിലേക്ക് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഉള്ളൂ എന്നൊരു അടിയുറച്ച തീരുമാനമെടുക്കുക. അപ്പം അത് നമ്മുടെ കമലയ്ക്ക് വലിയ ദോഷമായിട്ട് വരികയാണ്. കമലയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇനി അവിടുന്ന് അലീന ഇറങ്ങിപ്പോയില്ലെങ്കിൽ വൈജയന്തി ഇവിടെ തന്നെ ആകുമോ എന്നൊരു ഭയം. അങ്ങനെ കമലയ്ക്ക് ചെറിയൊരു ഭയം തട്ടി. ഇനിയിപ്പം സ്വന്തം തറവാടാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ വൈജയന്തി ഇവിടെ തന്നെ കൂടുമോ, ഇവരുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തനിക്കൊരു ബാധ്യതയാകുമല്ലോ എന്നൊക്കെ ഭയന്ന് കമല ചെറിയ ബുദ്ധി ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ രണ്ട് ആങ്ങളമാരെ നമ്മൾ കണ്ടു. ഒന്ന് ശിവനെയും മറ്റൊന്ന് ഗംഗാധരനെയും കണ്ട്. മൂന്നാമത്തെ ഒരാളും കൂടെ നമ്മൾ കാണാനുണ്ട്. ആ താരം ഈ ആഴ്ച എത്തുകയാണ്. ആ താരം ഇച്ചിരി ക്രിമിനൽ സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. രാജീവ് എന്നാണ് വ്യക്തി. ആ രാജീവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ കമലയുടെ ഓപ്പറേഷനിലൂടെ നമ്മുടെ വൈജയന്തി വിളിച്ച് പറയുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ രാജീവ് വൈജയന്തി അല്പം സ്നേഹമുള്ള ഒരാങ്ങളെയാണ്. അങ്ങനെ എത്തുകയാണ്, കമലയുടെ വീട്ടിലെത്തുകയും കമലയും വൈജയന്തിയും ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അലീനയും ബാലചന്ദ്രൻ്റെയും കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ രാജീവ് പറയാണ്, വൈജയന്തിയോടൊപ്പം നിന്ന് പറയുകയാണ്, ഞാൻ എന്തിനും തയ്യാറാണ്, വേണമെങ്കിൽ അവനെ അങ്ങ് തട്ടിക്കളയാനും ഞാൻ തയ്യാറാണ് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു ഭാഗം നാളത്തെ എപ്പിസോഡിലുണ്ട്. അത് കേട്ടപ്പോൾ കമലയും പറയുന്നുണ്ട്, അതൊന്നും വേണ്ട രാജീവേ, ഒന്നുമല്ലെങ്കിൽ വൈജയുടെ ഭർത്താവല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു പാഠം പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ രാജീവ് എത്തിയിരിക്കുന്നത്. കാരണം തൻ്റെ പെങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ പോലും തയ്യാറായിട്ടാണ് രാജീവ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് വൈജയന്തിക്ക് എന്തോ ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ബാലചന്ദ്രനെയും അലീനയും ഒഴിവാക്കുവാനുള്ള വലിയൊരു ശ്രമം, അത് ഏതറ്റം വരെയും പോകുവാൻ താൻ തയ്യാറാണ് എന്ന് നമ്മുടെ വൈജയന്തി തെളിയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കും നാളത്തെ എപ്പിസോഡിൽ. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ രാജീവ് ബാലചന്ദ്രൻ്റെ അടുക്കൽ എത്തുകയും അങ്ങനെ കടപ്പാട്ടൂരിലെത്തി അലീനയെ കാണുകയും അലീനയും അതുപോലെ ബാലചന്ദ്രനുമായിട്ട് വലിയൊരു തർക്കത്തിലേക്ക് എത്തുകയും അങ്ങനെ സംഘർഷഭരിതമാകുന്ന ചില നിമിഷത്തിലേക്കൊക്കെ എത്തുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി മുതൽ വൈജയന്തി ഒരു വില്ലത്തിയായിട്ട് നമുക്ക് കാണേണ്ടി വരും കേട്ടോ. എന്നാൽ മറുഭാഗത്തായിക്കോട്ടെ, നമ്മുടെ വൈജയന്തി ഇറങ്ങിപ്പോയിട്ട് യാതൊരു ഫീലിംഗും കാണിക്കാത്ത പതിപോലെ സന്തോഷത്തോടു കൂടി നമ്മുടെ ബാലചന്ദ്രൻ അലീനനെ പതിപോലെ വിളിക്കുന്നു, ആഹാരങ്ങൾ മേടിക്കുന്നു, അതുപോലെ സംസാരിച്ചിരിക്കുന്നു. ഇതൊക്കെ എല്ലാ ദിവസവും നടക്കുന്ന പോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. അതിനോടൊപ്പം ഈ സമയത്ത് നമ്മുടെ ബബിതയും കൃഷ്ണമോളും നമ്മുടെ അതുപോലെ ഹരിയുമൊക്കെ വളരെ വിഷമത്തോടു കൂടി അമ്മ ഇറങ്ങിപ്പോലെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു ഭാഗം കാണാം. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് നമ്മുടെ രേവതിക്കുട്ടി ഷെറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മാമച്ചൻ്റെയും അതുപോലെ ഗ്രേസി മാമയുടെ മോൻ്റെ കാമുകിയായ ഷെറിനെ കുറിച്ചും അവർക്കുണ്ടായ കുഞ്ഞിനെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ നടത്തുവാൻ വേണ്ടി ഷെറിൻ്റെ വീട്ടിലേക്ക് ഷെറിൻ്റെ നാത്തൂനെ വിളിച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും രസകരമാകുന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. വൈജയന്തി ഇനി മുതൽ ഒരു വില്ലത്തിയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് നാളത്തെ പ്രമോദ വിഷയത്തെ കാണാൻ കഴിയുന്നത്. വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.